ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, കോവിഡ് എന്ന മഹാമാരി ഓരോ ദിവസവും ഈ ലോകത്തെ കീഴടക്കുമ്പോൾ വളരെ ആശങ്കയും അതിലേറെ പ്രയാസങ്ങളും എല്ലാവരെയും അലട്ടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ നമ്മെ സമർപ്പിക്കുകയും ഈ രോഗം ഇത്രയും വേഗം ഈ ലോകത്തിൽ നിന്നും മാറിപ്പോകുവാൻ നാം എല്ലാവരും ദൈവത്തിന്റെ സ്നേഹവലയത്തിലായി തീരുവാനും പ്രാർത്ഥനയോടും ജാഗരണത്തോടും ഇരിക്കുന്ന നിമിഷങ്ങളാണിത്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വളരെ ശക്തിയായിട്ട് കോവിഡ് പകരുകയും സമൂഹത്തെ മുഴുവനും കാർന്ന് തിന്നുകയും ചെയ്യുന്നതായ ഒരു സാഹചര്യമാണ് നമ്മുടെ ഇടയിലുള്ളത്. പലരും പോസിറ്റീവായി മാറുമ്പോൾ വലിയ ആശങ്കകളും പ്രയാസങ്ങളും സംശയങ്ങളും ഭീതിയുടെ നിഴലിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഈ ആശങ്കകൾക്കും ഈ ചോദ്യങ്ങൾക്കും നമ്മുടെ സംശയങ്ങൾക്കുമൊക്കെ ഒരു ചെറിയ മറുപടി എന്നവണ്ണം ഈ കൊറോണ കാലത്തെ എങ്ങനെ ധൈര്യമായി നേരിടാം എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം GTV ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോബിൻ നമ്മോടൊപ്പമുണ്ട്. ഒരു സാധാരണക്കാരന്റെ സംശയങ്ങൾ എന്ന നിലയിൽ നമുക്കുണ്ടാകാവുന്ന ചെറിയ സംശയങ്ങളും ചോദ്യങ്ങളും ബഹുമാനപ്പെട്ട ഡോക്ടറുമായിട്ട് പങ്കുവയ്ക്കുവാനും ഡോക്ടറിൽ നിന്ന് നമ്മൾക്ക് അത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ധൈര്യത്തോടും ഉത്സാഹത്തോടും ആവേശത്തോടും കൂടെ ഈ സമയങ്ങളെ നേരിടുവാനും സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ധൈര്യത്തോടെ കൊറോണയെ നേരിടുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട ഡോക്ടറിന്റെ വാക്കുകൾ നമുക്ക് സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷത്തോടെ ദിൽഷാദ് ഗാർഡൻ സെന്റ് സ്റ്റീഫൻസ് ഇടവകയിലേക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോബിനെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ നമസ്കാരം. ഡോക്ടർക്കറിയാം, GTV ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് രോഗികള് ധാരാളം വരുന്നു, ആളുകൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു, ബെഡില്ലാതെ വരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രയാസം എന്താണ് എന്ന് ഡോക്ടറിന് പറയാൻ സാധിക്കുമോ? പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ രോഗം കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പം ഉള്ള രീതിയല്ല ഇപ്പം, ഇതൊരു ട്രെൻഡ് അല്ല ഇപ്പം ഫോളോ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇത് തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു കേസിലുണ്ടാകുന്ന ഇൻക്രീസിൻ്റെ റേറ്റിനെക്കാട്ടും ഇപ്പം ഒത്തിരി കൂടുതലാണ് ഇപ്പോൾ ഓരോ ദിവസവും ഉണ്ടാകുന്ന കേസിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇത് കാരണമാണ് ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്കും എല്ലായിടത്തും ബെഡ് ഫില്ലാവുകയും ICU ബെഡ്സ് അവൈലബിൾ അല്ലാതാവുകയൊക്കെ ചെയ്യുന്നത്. ഇത് മെയിൻലി ഇതിൻ്റെ കാരണം പറയുന്നത് പറഞ്ഞത് വൈറസിനുണ്ടായ ജനിതകമാറ്റം കാരണമാണ്, മ്യൂട്ടേഷൻസ് കാരണമാണ് ഇങ്ങനെ ഒരു ഇൻഫെക്ടിവിറ്റി വൈറസിന് കൂടിയത്. ഈ ഇൻഫെക്ടിവിറ്റി കൂടിയതിന് കാരണം കൊണ്ടാണ് ഇത്രയും കൂടുതൽ പേര് ഇൻഫെക്റ്റ് ആവുന്നത്. ഇപ്പോൾ ഉണ്ടായ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അത് വൈറസിൻ്റെ സ്വഭാവത്തെ മാറ്റി അതിൻ്റെ ഇൻഫെക്റ്റ് ചെയ്യുന്ന റേറ്റിനെ, ഒരാളിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന റേറ്റിനെ പ്രോബബിലിറ്റിയെ ഇൻക്രീസ് ചെയ്തു. അതായത് പണ്ട് ഒരു വൈറസ് ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടായ രോഗം 10% അതിപ്പോൾ 20% കൂടി. അങ്ങനെ ഒരു വൈറസിൻ്റെ തീവ്രത കൂടിയോണ്ടാണ് ഈ പെട്ടെന്നൊരു ഇങ്ങനെ ഒരു കേസ് ഹൈക്ക്, ഇങ്ങനെ ഒരു രോഗത്തിലുണ്ടായ ഹൈക്കിന് കാരണമെന്ന് തോന്നുന്നു. എല്ലാവരും പറയുന്നത്, സയൻറ്റിസ്റ്റൊക്കെ പറയുന്നത്. പിന്നീട് എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ രോഗം നേരത്തെ യങ് പോപ്പുലേഷനിൽ, അതായത് 18 to 45 ഇയേഴ്സ് പോപ്പുലേഷനിൽ അന്ന് നേരത്തെ ഇത് തുടങ്ങിയപ്പോൾ ഇത്രയും കേസ് റേറ്റ് ഇല്ലായിരുന്നു, അതായത് ഇത്രയും പേര് ഇൻഫെക്റ്റ് ആവുന്നില്ലായിരുന്നു യങ് പോപ്പുലേഷൻ. പക്ഷേ ഇപ്പം യങ് പോപ്പുലേഷൻ 18 to 25 ഇയേഴ്സിനും ഇടയ്ക്കുള്ള പോപ്പുലേഷൻ തന്നെ, നല്ലൊരു പോപ്പുലേഷൻ തന്നെ ഇൻഫെക്റ്റ് ആവുന്നതുകൊണ്ട് സിവിയർ കാറ്റഗറിയിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വൈറസിൻ്റെ മ്യൂട്ടേഷൻ കാരണം, ജനിതകമാറ്റം കാരണമുണ്ടായ സ്വഭാവത്തിലുള്ള മാറ്റം കാരണമാണ് ഇതുണ്ടായത്. ഡോക്ടർ പറയുന്നത് ഇപ്പോൾ ഇത് വളരെ ശക്തമായിട്ട് പടർന്നു പിടിക്കുന്നതിന്റെ കാരണം ഈ വൈറസിന്റെ ജനിതക മാറ്റമാണ് എന്നുള്ളതാണ്, അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അപ്പൊ നമുക്ക് വരുന്ന സംശയം, നമ്മൾ പലരും കോവിഡ് വാക്സിൻ എടുത്തവരാണ്. വാക്സിൻ എടുത്തവർക്ക് പിന്നെ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളൊരു സംശയം തീർച്ചയായിട്ടും ഉണ്ടാകും. ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? വാക്സിൻ കൊണ്ട് നമ്മൾ 3 കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, രോഗം വരാതിരിക്കുക, രോഗം വരുന്നവരിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കുക, പിന്നെ രോഗം കൊണ്ടുണ്ടാകുന്ന മോർട്ടാലിറ്റി, അതായത് ഡെത്ത് റേറ്റ് കുറയ്ക്കുക. ഈ 3 കാര്യമാണ് വാക്സിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വാക്സിൻ രോഗം വരുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ഇന്ത്യയിലാകെ കൂടെ ഇപ്പം 2 ദിവസത്തെ മുമ്പത്തെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലാകെ കൂടെ ഇന്ത്യയാണ് ഏറ്റവും മുമ്പിൽ വാക്സിനേഷൻ്റെ കാര്യത്തിൽ നിൽക്കുന്നത്. അതിൽ തന്നെ രോഗം വന്നവർ വളരെ ചുരുക്കം ചിലർ പേരാണ്. ബാക്കി എല്ലാവരും ഇപ്പോഴും പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കും. നമ്മൾ കാണുന്ന ചിലർ 1-2 പേര് മാത്രമാണ് അതിൽ ഇൻഫെക്റ്റ് ആവുന്നത്.
അതുകൂടാതെ തന്നെ ഈ വാക്സിൻ മേടിച്ച് വാക്സിൻ എടുത്ത് പോസിറ്റീവ് ആയവരിൽ ഒന്നിലും മാക്സിമം പേരിലും ഒരു സിവിയർ സിംറ്റംസോ അങ്ങനെ കണ്ടിട്ടില്ല. സിംറ്റംസ് ഒക്കെ മൈൽഡ് സിംറ്റംസ്, ഒരു മൈൽഡ് കാറ്റഗറിയിൽ മാത്രമാണ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നീട് ഇത് വരാൻ വീണ്ടും എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് കാരണം നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ്. കാരണം ഈ വാക്സിൻ ഉണ്ടാക്കുന്നത് വൈറസിനെ തന്നെ ഐസൊലേറ്റ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ശരീരത്ത് വൈറസ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ബോഡി ഉണ്ടാക്കുന്ന റിയാക്ഷനാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി. ഏതൊരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ പോയി അതിന് ആൻറ്റിജൻ എന്നും അതിന് അഗെയിൻസ്റ്റിൽ നമ്മൾ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ആൻറ്റിബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ അതിന് ആൻറ്റിബോഡി ഉണ്ടാക്കുകയും അതിനെ നമ്മൾ ബോഡി ആ ആൻറ്റിബോഡി വെച്ച് ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വാക്സിൻ ഉണ്ടാക്കുന്ന ഈ വൈറസ് പാർട്ടിക്കിൾസ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു വൈറസ് പാർട്ടിക്കിൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ അതിന് നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് ഉണ്ട്. വാക്സിൻ എടുക്കുമ്പോൾ ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിൽ ആ രോഗത്തിന് അഗെയിൻസ്റ്റ് ഉള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നു. ആ ആൻറ്റിബോഡീസ് തന്നെയാണ് വീണ്ടും ഒരു വട്ടം രോഗം നമ്മൾ ഇൻഫെക്റ്റ് ആവാനുള്ള ചാൻസ് കുറയ്ക്കുന്നത്. ഇൻ കേസ് നമ്മൾ ഇൻഫെക്റ്റ് ആയാൽ തന്നെ ആ ആൻറ്റിബോഡീസ് തന്നെ അതിനെ ഫൈറ്റ് ചെയ്യും. അതുകൊണ്ടാണ് സിവിയാരിറ്റി കുറയുന്നത്. വാക്സിൻ സ്വീകരിച്ച പേഷ്യൻസ് വൈറൽ ലോഡ് കുറവായിരിക്കും. ഈ വൈറൽ ലോഡ് കുറവാകുന്നതുകൊണ്ട് തന്നെ ആ ഒരു പേഷ്യൻറ്റിൽ നിന്ന് വേറെ ഒരാൾക്ക് പടരാനുള്ള ചാൻസും കുറയുന്നു. അപ്പോൾ വാക്സിൻ കൊണ്ട് ഉപയോഗിച്ചിട്ട് രോഗം വരുന്നു, അതുകൊണ്ട് വാക്സിൻ എടുക്കേണ്ട കാര്യമില്ല, വാക്സിൻ എടുത്തിട്ട് ഉപയോഗമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സയൻറ്റിസ്റ്റുകൾ പറയുന്നത് അറൌണ്ട് 12,000 പേര് വാക്സിൻ സ്വീകരിച്ച 12,000 പേരിൽ ഒരാൾക്കാണ് ഈ വാക്സിൻ ഉപയോഗിച്ച ഒരു രോഗം ഉണ്ടാകുന്നത്. ബാക്കി എല്ലാവരും പ്രൊട്ടക്റ്റീവായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വാക്സിൻ ഈസ് നെസസറി. വാക്സിനിൽ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും തന്നെ വാക്സിൻ സ്വീകരിച്ചിരിക്കുക. അതിനായിട്ടൊന്ന് ഗുണങ്ങളുണ്ട്. വാക്സിൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പനി, ജലദോഷം അതിൻ്റെ ഒരു റിയാക്ഷൻ മാത്രമാണ്. അതിൻ്റെ സൈഡ് ഇഫക്റ്റോ അതിൻ്റെ സിവിയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഇതുവരെ ഒന്നും മാക്സിമം പേരിലും കണ്ടിട്ടില്ല. അത് ഉണ്ടാകുന്ന പനി, ജലദോഷം ആ വാക്സിൻ നമ്മുടെ ശരീരത്തുണ്ടാക്കുന്ന മാറ്റമാണ്. അതിൽ ഒരിക്കലും പേടിച്ചിട്ട് വാക്സിൻ എടുക്കാതിരിക്കുക. നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ പലതരത്തിലുള്ള വാക്സിൻസ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് കോവിഷീൽഡ് ഉണ്ട്, കോവാക്സിൻ ഉണ്ട്. പലർക്കും പല അഭിപ്രായമാണ്, അതെടുക്കണം ഇതെടുക്കണം. ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ ഏത് വാക്സിൻ എടുക്കുന്നതായിരിക്കും നല്ലത്? വാക്സിൻ ഏതായാലും ഏതാണ്ട് ഒരു രീതിയിൽ തന്നെയാണ് ഒരു രീതിയിൽ തന്നെ അതിൻ്റെ എഫിക്കസി. ഏതൊരു വാക്സിൻ എടുത്താലും 100% രോഗത്തിന് വരാതിരിക്കാനുള്ള ഒരു വാക്സിനും അത്ര ഒരു ക്ഷമത ആരും ഇതുവരെ ഒരു സ്റ്റഡിയും കാണിച്ചിട്ടില്ല. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ കോവിഷീൽഡ് ഈസ് ബെറ്റർ ദാൻ കോവാക്സിൻ എന്ന് പറയാനുള്ള കാരണം വേറെ ഒന്നുണ്ട്. കോവിഷീൽഡിന് കൂടുതൽ പഠനങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും കോവിഷീൽഡിന് മേൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒരു വൈഡായിട്ടുള്ള കൺസെപ്റ്റ് എന്തൊക്കെ ഒരു വാക്സിൻ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് കോവിഷീൽഡിനെ പറ്റി നമുക്കറിയാം. കോവാക്സിൻ ആണെങ്കിൽ ഇന്ത്യയിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഇന്ത്യക്ക് പുറത്തോട്ട് ഇപ്പോൾ അധികമൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ ഒരു പോപ്പുലേഷനിൽ പഠനങ്ങൾ നടക്കാത്തതുകൊണ്ടുള്ള ചെറിയ ഡ്രോബാക്സ് നമ്മൾ ഒരു പേടി ജനങ്ങളിൽ ഉണ്ടെന്നേ ഉള്ളൂ. അല്ല, രണ്ട് വാക്സിൻ്റെ എഫിക്കസി ഏതാണ്ട് സെയിം ആണ്. 70 to 75% എഫിക്കസിയാണ് രണ്ടിനും പറയുന്നത്. കോവാക്സിൻ എടുത്തവർ പറയുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കോവാക്സിൻ കൊണ്ടുള്ള സൈഡ് എഫക്ട്സ് കുറവാണെന്നാണ്. ഈ ഫീവറും ബോഡി ഏക്കും അതൊക്കെ കുറവാണെന്ന് കോവാക്സിൻ കൊണ്ടുണ്ടാവുന്ന കാരണം. അത് ശരിക്കും കുറവാണോ അതോ അത് എടുക്കുന്നവർ നമ്മൾ അറിയുന്നവർ മാത്രം പറയുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ് കോവാക്സിൻ തന്നെ സ്റ്റഡി വളരെ കുറവാണ്. കോവാക്സിൻ ആയാലും കോവിഷീൽഡ് ആയാലും ഏതാണേലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളത് സ്വീകരിച്ചിരിക്കും. ഇഫ് ദർ ഈസ് എൻ ഓപ്ഷൻ യു ക്യാൻ ചൂസ്. നമ്മൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചൂസ് ചെയ്യാം. രണ്ടിനും ഏതെങ്കിലും ഒരു സുപ്പീരിയോറിറ്റി ആയിട്ടൊന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ബാക്കി ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് സ്വീകരിച്ചിരിക്കും. തീർച്ചയായിട്ടും വാക്സിൻ എടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ട് വാക്സിനും ഒരേപോലെ തന്നെ റിസൾട്ട് നൽകുമെന്ന് തന്നെയാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ആളുകളെല്ലാം തീർച്ചയായിട്ടും വാക്സിൻ എടുക്കണം എന്നുള്ളതാണ്. അതിന്റെ കാരണം പറയുന്നത് കോവിഡ് ബാധയുണ്ടായാൽ, പോസിറ്റീവായി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ സിവിയറിറ്റി കുറവായിരിക്കും എന്നുള്ളതാണ്. പിന്നീട് നമുക്കുള്ളൊരു സംശയം, കോവിഡ് പോസിറ്റീവായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ആരെങ്കിലും കോവിഡ് പോസിറ്റീവ് വരുവാണെങ്കിൽ ആദ്യം അവർ ശ്രദ്ധിക്കേണ്ട കാര്യം പേടിക്കാതിരിക്കുക. ഇതൊരു പേടിച്ച് നമ്മൾ പിന്മാറേണ്ട രോഗമല്ല. ഇത്രയൊക്കെ മരണങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ വേറൊരു സൈഡ് നോക്കുമ്പോൾ ഒത്തിരി അതിലൊക്കെ 10 മടങ്ങ് ആൾക്കാർ പ്യുവറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും പേടിക്കാൻ പാടില്ല. പോസിറ്റീവായിട്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ തന്നെ ഐസൊലേറ്റ് ചെയ്യുക. അതായത് നമ്മൾ കൂടുതൽ വേറെ വീട്ടുകാരുടെ നമ്മുടെ കൂടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റൂമിലേക്ക് ഐസൊലേറ്റ് ചെയ്യുക. ഐസൊലേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് ഐസൊലേഷനാണ്.
അവരുമായിട്ട് ബാക്കിയുള്ളവർ പുറത്തോട്ട് പോകാതിരിക്കുക, ബാക്കിയുള്ളവർ നമ്മുടെ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ഒന്നും വരാതിരിക്കുക. നമ്മുടെ ഉപയോഗിക്കുന്ന സാധനങ്ങളും നമ്മൾ ഫുഡ് കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം, ഡ്രസ്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. കാരണം രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോഴ്സിന് ഒരിക്കലും നമുക്ക് വലിയ രീതിയിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മളുടെ ബോഡി എങ്ങനെ അതിന് റെസ്പോൺസ് കൊടുക്കുന്നു അങ്ങനെ മാത്രമേ അത് രോഗം മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് രോഗം വേറെ ഒരാൾക്ക് പടരാതിരിക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഐസൊലേഷൻ ഓർ ക്വാറന്റൈൻ ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇഫ് സംവൺ ഗെറ്റ്സ് പോസിറ്റീവ്. ആരെങ്കിലും പോസിറ്റീവായ ആദ്യം തന്നെ അവരെ തന്നെ ക്വാറന്റൈനിൽ പോവുക. ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ക്വാറന്റൈനിൽ പോവുക. പിന്നീട് എന്ന് പറയുന്നത് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മാക്സിമം ആൾക്കാരിലും കേസിൻ്റെ സിവിയാരിറ്റി മൈൽഡ് ആയിരിക്കും. നമ്മുടെ ബോഡി ഹെൽത്തി ആണെങ്കിൽ, നമ്മുടെ ഡയറ്റ് ഹെൽത്തി ആണെങ്കിൽ, നമുക്ക് വേറെ രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു പനി ജലദോഷം നമുക്ക് സാധാരണ വരുന്ന പോലെ പോകും. ഇല്ലെന്നുണ്ടെങ്കിലാണ് നമുക്ക് സിവിയർ കണ്ടീഷനിലേക്ക് ഒരു ഓക്സിജൻ്റെ റിക്വയർമെൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ മോണിറ്റർ എപ്പോഴും ചെയ്യേണ്ടത് ആ ഒരു കാര്യമാണ്. നമുക്ക് ഓക്സിജൻ്റെ റിക്വയർമെൻറ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. അതിന് നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് മോണിറ്റർ ചെയ്യുന്ന നമ്മുടെ കാര്യം. ഒന്ന് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുക, രണ്ട് ഓക്സിജൻ്റെ സാച്ചുറേഷൻ മോണിറ്റർ ചെയ്യുക. ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുവാനും ടെമ്പറേച്ചർ വരുവാണെങ്കിൽ ബേസിക് നമ്മൾ കഴിക്കുന്ന പാരസെറ്റമോൾ മാത്രം നമ്മൾ എടുത്താൽ മതി. രണ്ടാമത്തെ കാര്യം ഓക്സിജൻ സാച്ചുറേഷൻ നമ്മൾ മോണിറ്റർ ചെയ്യണം. ഓക്സിജൻ സാച്ചുറേഷൻ നമ്മൾ യൂഷ്വലി 95 above ഈസ് നോർമൽ, 94 above ഈസ് നോർമൽ എന്ന് പറയുന്നു. നമ്മൾ ഓരോ ഓക്സിജൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ 94 above ആണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇൻ കേസ് 94-ന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്സിജൻ്റെ റിക്വയർമെൻറ്റ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളത് മനസ്സിലാക്കി നമ്മളൊരു ഏതെങ്കിലും അടുത്ത ഹോസ്പിറ്റലിൽ നമ്മൾ ഉടനെ തന്നെ പോയി കാണും. അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസത്തിൻ്റെ ഗതി, റെസ്പിറേറ്ററി റേറ്റ് നമ്മൾ ഒത്തിരി കൂടുന്നു. 3, 4, 5 ദിവസമായിട്ടും ഫീവർ, ഹൈ ഗ്രേഡ് ഫീവറാണ്. 5 ദിവസം ആയിട്ടും ഫീവറിന് ഒരു കുറവുമില്ല, ഇങ്ങനെ ഹൈ ഗ്രേഡ് ഫീവർ തന്നെ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ സിംറ്റംസ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വൃത്തിച്ച് താമസിക്കാൻ പാടില്ല. നമ്മൾ ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടിരിക്കണം. ഒരു ക്ലോസ് എക്സാമിനേഷൻ നമുക്ക് നെസസറി ആയി വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം നമ്മൾ സ്വയം എക്സാമിൻ ചെയ്യുന്നതിനെക്കാട്ടും ഒരു ഡോക്ടറെ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ കാര്യങ്ങൾ കഴിയും. ഒരു സിവിയർ സ്റ്റേജിലേക്ക് എത്തി നമ്മൾ മാനേജ് ചെയ്യുന്നതിനെക്കാട്ടും എപ്പോഴും ബെറ്ററാണ് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ അതിനെ മോണിറ്റർ ചെയ്ത് നേരത്തെ തന്നെ അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മളെ തന്നെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. മെയിൻലി ഓക്സിജൻ സാച്ചുറേഷൻ ആണ് നോക്കേണ്ടത്. ചില നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ ആഹാരം നല്ലതായിട്ട് കഴിക്കുക, നമ്മുടെ ഡയറ്റ് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരിക്കലും നമ്മളെ ന്യൂട്രീഷൻ നമ്മൾ ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന കാര്യം. നമ്മൾ ഡയറ്റ് നല്ലതാണെങ്കിൽ നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി നല്ലതായിരിക്കും. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി നല്ലതാണെങ്കിൽ ഈ ഡിസീസിന് പെട്ടെന്ന് തന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മെയിൻലി നോക്കേണ്ട കാര്യം. കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നോക്കേണ്ടത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്, അതുപോലെ ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് സാച്ചുറേഷൻ 94-ൽ താഴെ പോകുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്, അല്ലേ? അതുപോലെ തന്നെ നമുക്കൊരാൾക്ക് കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെ മരുന്നുകൾ എടുക്കണം എന്ന് പറയാനായിട്ട് സാധിക്കുമോ? മരുന്നുകൾ എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഏതൊക്കെ മരുന്നുകളായിരിക്കും എടുക്കേണ്ടത്? ഇതുവരെ അങ്ങനെ ഒരു മരുന്നും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മരുന്നും കോവിഡിന് അഗേൻസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ചാൽ കോവിഡ് കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നുള്ള ഒരു രീതി ഇതുവരെ ഒരു മരുന്നും അങ്ങനെ വന്നിട്ടില്ല. പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ ചില മരുന്നുകൾക്ക് ചെറിയ എഫിക്കസി ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് ആ മരുന്നുകൾ കഴിച്ചാൽ രോഗത്തിൻ്റെ സിവിയാരിറ്റി വലുതായിട്ട് വരുന്നില്ല, പെട്ടെന്ന് ഇമ്പ്രൂവ് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആ ബേസിസിലാണ് മെയിൻലി 2 ആൻറ്റിബയോട്ടിക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് എസിത്രോമൈസിൻ എന്ന് പറഞ്ഞ ഒരു ആൻറ്റിബയോട്ടിക് നമ്മൾ എടുക്കുന്നുണ്ട്. അതുകൂടാതെ ഐവർമെഫ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു ആൻറ്റിബയോട്ടിക്കും കൂടെ എടുക്കുന്നുണ്ട്. ഇതുകൂടാതെ മൾട്ടി വിറ്റാമിൻസും വൈറ്റമിൻ സിയും പിന്നെ നമ്മൾ ഫീവറിന് പാരസെറ്റമോളും. ബേസിക്കായിട്ട് ഇത് മാത്രമാണ് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ എടുക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും മരുന്നുകൾ എടുക്കേണ്ട കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള ഈ മരുന്നുകൾ മാത്രം എടുക്കുകയും നന്നായിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്ത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയുമാണ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ ചെയ്യേണ്ടത്, അല്ലേ? തീർച്ചയായും. ഫുഡ് നമ്മുടെ ന്യൂട്രീഷൻ നല്ലതായിരിക്കണം.
മരുന്നിനെക്കാട്ടും ഒക്കെ നല്ലതാണ്. നമ്മൾ ഫുഡ് ന്യൂട്രീഷൻ നമ്മളായിരിക്കും നമ്മുടെ ഡെയിലി സൈക്കിൾ, നമ്മൾ രാവിലെ എണീക്കുന്ന മുതൽ രാത്രി ഉറങ്ങുന്ന വരെയുള്ള സൈക്കിൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യും. രാവിലെ ടൈമിൽ എണീക്കുക, നല്ല ഉറക്കം, നല്ല 3 നേരം 4 നേരം നല്ലുള്ള ആഹാരം. ആഹാരം എന്ന് പറയുന്നത് ഫുള്ളി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരമായിരിക്കണം. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ആഹാരമായിരിക്കണം. കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്ന ആളുകൾക്ക് ഒരു സംശയമുണ്ട്, ആവി പിടിക്കണോ, ആവി പിടിക്കണ്ടായോ, ആവി പിടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നുള്ളത്. അതിന്റെ ഡോക്ടർ അഭിപ്രായം പറയാം. ആവി പിടിക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ നേസൽ മ്യൂക്കോസായ നമ്മുടെ എയർവേനെ ഒന്ന് സെൻസിറ്റീവ് ആയിരിക്കുന്ന ഒരു എയർവേ ഒന്ന് അതാക്കാനുള്ള നല്ലതാണ്. കാരണം കോവിഡിന്റെ കൂടെ വരുന്ന ഒരു സിംറ്റമാണ് കഫ് എന്ന് പറയുന്നത്. ഒരു ഡ്രൈ കഫാണ്. അതായത് സ്പ്യൂട്ടം, നമ്മൾ പുറത്തോട്ട് കഫം വരത്തില്ല, ത്രോട്ടിലുണ്ടാകുന്ന ഇറിറ്റേഷൻ, ഇതൊക്കെയാണ്. അപ്പം ആവി പിടിക്കുമ്പം ഇതിലൊക്കെ ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. ജസ്റ്റ് സ്റ്റീം ഇനലേഷൻ ആയാലും നമ്മൾ ഒരു ചെറിയൊരു ബെനിഫിറ്റ്, സിംറ്റമാറ്റിക് ബെനിഫിറ്റ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ കോവിഡ് വന്നിട്ട് ഉള്ള ഒരാൾ വീട്ടിൽ താമസിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളും അദ്ദേഹം ഉപയോഗിച്ച കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ നമ്മൾ ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റന്റ് ആക്കുക? വസ്ത്രങ്ങൾ നമ്മൾ വാഷ് ചെയ്യുന്ന സോപ്പ് ഉപയോഗിച്ച്, നോർമൽ നമ്മുടെ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്താൽ മതി. ഈ വൈറസിനെ നമ്മൾ നശിപ്പിക്കാൻ സോപ്പ് ഇസ് ബെസ്റ്റ് തിങ്. അതുകൊണ്ടാണ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം, സോപ്പ് ഉപയോഗിച്ച് ഹാൻഡ് വാഷ് ചെയ്യണമെന്നും നമ്മൾ മുഖം കഴുകണം, സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകണമെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് വസ്ത്രങ്ങൾ കഴുകാൻ സോപ്പ് മാത്രം മതി. നമ്മൾ ഉപയോഗിച്ച് ഈ പോസിറ്റീവായിട്ടുള്ള ആളുടെ ഒരു വസ്ത്രങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സോപ്പിൽ ഒരുവിധം അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ വെച്ചിട്ട് നമ്മൾ കഴുകുന്ന അത് മാത്രം മതിയായിരിക്കും ഡിസ്ഇൻഫെക്റ്റൻ ചെയ്യാൻ. അതുകൂടാതെ റൂമിലുണ്ടാവുന്ന ഒബ്ജക്ട്സിനോ നമ്മളുണ്ടാവുന്ന ആർട്ടിക്കിൾസിനോ ഒക്കെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുന്ന സൊല്യൂഷൻ വരുന്നുണ്ട്. ആ ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിച്ച് സൊല്യൂഷൻ കൊണ്ട് ആ റൂമിനെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതൊരു വൈറസൈഡൽ ഏജന്റാണ്, ആ വൈറസിനെ കില്ല് ചെയ്യുന്ന ഒരു ഏജന്റാണ്. അപ്പം ബാക്കി ആർട്ടിക്കിൾസിനെ നമുക്ക് ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിച്ച് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാം. കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ ഏത് സമയത്തായിരിക്കും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത്? ഏത് സാഹചര്യത്തിലാണ്? ആദ്യമേ തന്നെ നമ്മൾ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളോട് ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്ത് നമ്മളത് ആദ്യമേ തന്നെ നമ്മളെ ഒന്ന് എക്സാമിൻ ചെയ്യിപ്പിക്കണം ഹോസ്പിറ്റലിൽ പോയി. ബേസിക് എക്സാമിനേഷൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ സിംറ്റംസ് നോർമലാണ്, മൈൽഡ് കാറ്റഗറിയിലാണെങ്കിൽ നമ്മൾ ഹോം ഐസൊലേഷൻ, ഹോം ക്വാറന്റൈൻ, നമ്മൾ ഹോം ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ് മാത്രം മതിയായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ സാച്ചുറേഷൻ നമ്മളുടെ 94-ന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ്, നമ്മൾ ശ്വാസം എടുക്കുന്നതിൻ്റെ ഗതി 1 മിനിറ്റിൽ 24 കൂടുതലാണെന്നുണ്ടെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു, നമ്മൾക്ക് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലുണ്ടാവുന്നു, എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാവുന്നു, ഛർദിൽ, ലൂസ് മോഷൻസ്, ഇതൊക്കെ ഇപ്പം കോവിഡിൽ കാണുന്നുണ്ട്. അൺകൺട്രോൾഡ് ആയിട്ട് ഇതൊക്കെ ഉണ്ടാവുന്നു, മരുന്ന് കഴിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതിനായിരിക്കും നല്ലത്. കണ്ടിന്യൂസ്ലി ആയിട്ട് 1-2 ദിവസമായിട്ട് എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ട്, തലവേദന, ശരീരവേദന, പനി, ജലദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു RT-PCR ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന നിർബന്ധമായിട്ട്. തീർച്ചയായിട്ടും. കോവിഡ് ബാധിതനായിട്ടുള്ള ഒരാൾ വീട്ടിൽ താമസിക്കുമ്പോൾ, ക്വാറന്റൈനിലായിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്ന് പറയാമോ? കോവിഡ് പോസിറ്റീവായിട്ട് വീട്ടിലൊരാളുള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വേറെ ഒന്നുമല്ല. നമ്മൾ ഈ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളിനെ ഐസൊലേറ്റ് ചെയ്യുക, ഒരു റൂമിൽ ഐസൊലേറ്റ് ചെയ്യുക, വേറെ ആരുമായിട്ട് നമ്മൾ ബന്ധപ്പെടാതിരിക്കുക. ഈ ആൾ നെഗറ്റീവ് ആവുന്ന വരിക അറ്റ്ലീസ്റ്റ് 14 days എങ്കിലും നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക, വീടിന് പുറത്തിറങ്ങാതിരിക്കുക, വേറെ ഒരാളിലേക്ക് രോഗം പടരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക. ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏത് തരത്തിലുള്ള മാസ്ക് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത്? ഒരു പബ്ലിക് ഗാദറിംഗിൽ ഇൻവോൾവ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ സാധാരണ ഒരു സർജിക്കൽ മാസ്ക്, 3 layer സർജിക്കൽ മാസ്ക് മതിയായിരിക്കും. പക്ഷേ ഇൻ കേസ് നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള പേഴ്സണിലേക്ക് എക്സ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗാദറിംഗിൽ ഒരു കൂടുതൽ 10, 25, 100 അതിൽ കൂടുതൽ ആൾക്കാർ കൂടുന്ന ഒരു സോഷ്യൽ ഗാദറിംഗിലോട്ട് പോവുകയാണെങ്കിൽ N95 ഈസ് ദി ബെസ്റ്റ് മാസ്ക്. കൊറോണ പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എഫിക്കസി ഉള്ളത് N95 മാസ്കിനാണ്. പക്ഷേ എല്ലാവർക്കും N95 മാസ്ക് ധരിക്കേണ്ട കാര്യമില്ല. അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ, അതായത് പോസിറ്റീവ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ N95 മാസ്ക് യൂസ് ചെയ്യുന്നവർ, അതായത് കൂടുതൽ പോസിറ്റീവ് പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ഷൻ വരുന്നവർ N95 മാസ്ക് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സർജിക്കൽ മാസ്ക് ആയാലും മതി. ഏതൊരു മാസ്ക് ആയാലും, അതായത് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കുള്ള മാസ്ക് തന്നെ ഉപയോഗിച്ചിരിക്കണം. ആ മാസ്ക് ഉപയോഗിക്കാൻ മാത്രമല്ല, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്നാണ്
പല ആൾക്കാരും അത് പ്രോപ്പറായിട്ട് നമ്മുടെ നോസും മൗത്തും അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കണം. അതാണ് നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. പല ആൾക്കാരും മാസ്ക് ധരിക്കും, പക്ഷെ മൂക്കിന് താഴെ ആയിരിക്കും അല്ലെങ്കിൽ വായിക്ക് താഴെ ആയിരിക്കും മാസ്ക് ധരിക്കുന്നത്. അത് അങ്ങനെ മാസ്ക് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അത് പ്രോപ്പറായിട്ട് നമ്മുടെ ഫേസ്, നോസ്, മൗത്ത് എല്ലാം കവർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മാസ്ക് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് സംസാരിക്കുമ്പോഴും എല്ലാപ്പോഴും അത് മാസ്ക് ധരിച്ചിരിക്കണം. സംസാരിക്കുമ്പോൾ മാസ്ക് ഊരിക്കളഞ്ഞാൽ മതി എന്നൊരു ധാരണ നമ്മൾ ഒരിക്കലും പാടില്ല. നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ മാസ്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? വീട്ടിൽ മാസ്ക് ധരിക്കണമെന്നുള്ള ചോദ്യത്തിന്, ഇൻ കേസ് വീട്ടിൽ ആരെങ്കിലും പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ നമ്മളത് മാസ്ക് ധരിക്കുന്നതെന്നല്ലായി. ഒന്നുമില്ലെങ്കിൽ ആ പോസിറ്റീവായിട്ടുള്ള പേഴ്സൺ മാസ്ക് ധരിക്കണം, അതെപ്പോഴും ധരിച്ചിരിക്കണം. ബാക്കിയുള്ളവരും മാസ്ക് ആ പോസിറ്റീവായിട്ടുള്ള പേഴ്സണുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മാസ്ക് ധരിച്ചിട്ടേ പോവുള്ളൂ. പോസിറ്റീവായ അവരെ ശുശ്രൂഷിക്കുന്നവർ മാസ്കും ഗ്ലൗസും എല്ലാം ധരിച്ചിരിക്കണം. അല്ലാതെ നോർമലായിട്ട് ഒരു ലൈഫ് നമ്മൾ നയിക്കുന്നു, വീട്ടിലാർക്കും കുഴപ്പമൊന്നുമില്ല, വീട്ടിലാരും പോസിറ്റീവായിട്ട് പേഷ്യൻറ്റോ കോൺടാക്ട്സ് ഒന്നുമില്ല, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മാസ്ക് ധരിക്കേണ്ട കാര്യം. അതുപോലെ എത്ര ദിവസമാണ് നമുക്ക് ക്വാറന്റൈൻ പീരീഡ് ഉള്ളത്? ഒരാൾ കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എത്ര ദിവസം അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കണം? എത്രാമത്തെ ദിവസമാണ് വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയാമോ? ക്വാറന്റൈൻ യൂഷ്വലി നമ്മൾ 7 തൊട്ട് 14 ദിവസം വരെ നമ്മൾ പറയുന്നുണ്ട്. ക്വാറന്റൈന് പറയേണ്ട ഈ 14 ദിവസം വരെ നമ്മൾ ലിമിറ്റേഷൻ വെച്ചേക്കുന്ന ഈ വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് കൊണ്ടാണ്. വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 തൊട്ട് 14 ദിവസം വരെ. അതായത് ഒരു ആളിലൊരു വൈറസ് കയറി കഴിഞ്ഞാൽ 2 തൊട്ട് 14 ദിവസം വരെ എടുക്കുക, അത് സിംറ്റംസ് അവരിൽ കാണിക്കാൻ വേണ്ടി. മാക്സിമം 14 ദിവസത്തിനുള്ളിൽ ആ സിംറ്റംസ് കാണിച്ചിരിക്കുന്നതാണ്. ഒരാൾ ഇന്ന് ഇൻഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഇന്നേക്ക് 14 ദിവസത്തിന് മുമ്പ് മാക്സിമം അത് ഇൻഫെക്റ്റ് ആയി കഴിഞ്ഞു സിംറ്റംസ് വരാൻ തുടങ്ങും. അതായത് പോസിറ്റീവ് ആവണമെങ്കിൽ 14 ദിവസത്തിന് മുമ്പേ പോസിറ്റീവ് ആവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കാണുന്ന ഒരു സാഹചര്യത്തിൽ പലർക്കും RT-PCR നോക്കുമ്പോൾ കോവിഡ് നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ പിന്നീട് അവർക്ക് സിംറ്റംസ് കൂടുകയും എക്സ്റേയോ CT സ്കാനോ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ചെസ്റ്റിൽ പാച്ചസ് ഉള്ളതായിട്ട് കാണുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? തീർച്ചയായും അതിൽ ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ആ വൈറസിൻ്റെ ജനിതക ഘടനയിലുണ്ടായ മാറ്റം കാരണമാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. വൈറസ് RT-PCRും ഡയറ്റും എല്ലാം നെഗറ്റീവ് ആയിരിക്കുമ്പോൾ തന്നെ പേഷ്യൻസിന് പോസിറ്റീവായിട്ട് ഇപ്പം ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ വൈറസിലുണ്ടായ മ്യൂട്ടേഷൻ, ജനിതക ഘടനത്തിലുള്ള മാറ്റങ്ങൾ മാത്രം, അതുകൊണ്ടാണ് ഈ കാരണമെന്ന് പറയുന്നത്. കാരണം ഈ ടെസ്റ്റുകളെല്ലാം ബേസ് ചെയ്തിരിക്കുന്ന ആദ്യം ഉണ്ടായിരുന്ന വൈറസിൻ്റെ ജനിതക ഘടന, നമ്മൾ ആ വൈറസിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ബേസ് ചെയ്താണ് ഈ ടെസ്റ്റുകളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വന്നപ്പോഴത്തേക്ക് പല ആളുകളിലും നെഗറ്റീവായിട്ട് വന്ന സ്ഥിതിക്ക് തന്നെ നമ്മൾ CT ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ക്ലാസിക്കൽ കോവിഡ് ഫീച്ചേഴ്സ് കാണുന്നു. ഇപ്പോൾ CTയുടെ ബേസിലാണ് നമ്മൾ ഒരു കോവിഡിൻ്റെ സിവിയാരിറ്റി എന്താണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ സ്കോറിംഗ് ഉണ്ട്, ആ സ്കോറിംഗ് വെച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് CT സിവിയാരിറ്റി ആണ്, മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ സിവിയർ ആണോ. അപ്പം ഈ നെഗറ്റീവായിട്ട് വരുന്ന പേഷ്യൻസിൽ ഇപ്പം CT ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്ലാസിക്കൽ സിംറ്റംസ് ആയിട്ട് വരും, പക്ഷേ RT-PCR നെഗറ്റീവ് ആയിരിക്കും. വളരെ CT ടെസ്റ്റിലേക്ക് പോകുമ്പോൾ HRCT ടെസ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് ക്ലാസിക്കലായിട്ട് വീണ്ടും കോവിഡിൻ്റെ ക്ലാസിക്കൽ ഫീച്ചേഴ്സാണ് HRCT ടെസ്റ്റിൽ കാണിക്കുന്നത്. അത് സിവിയർ കാറ്റഗറിയിലേക്കും പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ മ്യൂട്ടേഷനാണ്, വൈറസിലുണ്ടായ ഒരു മാറ്റം കാരണമാണ്. അത് തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട്, ഇപ്പം കാണുന്നുണ്ട് ഹോസ്പിറ്റലിൽ. പക്ഷേ ഇത് കാരണം കൊണ്ട് നമ്മൾ ഒരിക്കലും പേടിക്കാൻ പാടില്ല. നമ്മളെ സിംറ്റംസ് ഉണ്ട്, നമ്മൾ ടെസ്റ്റ് നെഗറ്റീവാണ്, ഉടനെ പോയി CT ടെസ്റ്റ് ചെയ്യണം, സ്വന്തമായിട്ട് CT അങ്ങനെ ഒരു പേടിക്കേണ്ട സാഹചര്യമല്ല. ഇതൊരു ഇപ്പം സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇതൊരു നെഗറ്റീവായിട്ട് വേയില്ല, നമ്മൾ ആരും എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യുന്നു, നമ്മൾ മൈൽഡ് സിംറ്റംസേ ഉള്ളൂ, ചെറിയൊരു പനി ജലദോഷമേ ഉള്ളൂ. RT-PCR നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ ശരിക്കും നെഗറ്റീവ് ആയിരിക്കും. അതിന് നമ്മൾ ഉടനെ ഇപ്പം പോയി CT ചെയ്യേണ്ട കാര്യമില്ല. CT ചെയ്യുന്നതിന് മുമ്പേ ഏതെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, ഡോക്ടർ അഡ്വൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം CT ടെസ്റ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്ന ഒരാളുടെ വീട്ടിലെ സാധാരണ വേസ്റ്റ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളെ ഏൽപ്പിക്കുകയാണ്. അതേസമയത്ത് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്ന ഒരാളുടെ വീട്ടിലെ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം എന്ന് പറയാം. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ വൈറസ് ഇരിപ്പുണ്ടെങ്കിൽ അത് അറ്റ്മോസ്ഫിയർ കോൺടാക്റ്റിൽ വരുമ്പോഴത്തേക്കും മാക്സിമം 4 to 6 hours ആ വൈറസ് നശിച്ചു പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു വ്യക്തി, പോസിറ്റീവായ വ്യക്തിയുടെ വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. അത് ഉടനെ നമ്മൾ കൂട്ടാതിരിക്കാൻ, അതായത് മാക്സിമം ഒരു ടൈം കൊടുക്കുക, അറ്റ്ലീസ്റ്റ് 7 to 8 hours അതിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മൂവ് ചെയ്യാതെ അവിടെ തന്നെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാഗിൽ, ഒരു പോളിത്തീൻ ബാഗിൽ, വേസ്റ്റ് ബാഗിൽ കളക്ട് ചെയ്ത് നമ്മൾ ഡിസ്പോസ് ചെയ്യാവുന്നത്. മോറായിട്ട് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്ട്സിനെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രോക്ലോറൈഡ് ഉപയോഗിച്ച് ഒന്ന് ട്രീറ്റ് ചെയ്ത് ഡിസ്ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ താമസിക്കുന്ന മുറികളും ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ സോപ്പിട്ട് കഴുകുക,
ഉപയോഗിക്കുന്ന മുറിയും മറ്റ് സാധനങ്ങളൊക്കെയും ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിച്ച് ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടല്ലേ. അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം നമുക്ക് 8 തൊട്ട് 10 മണിക്കൂർ വരെ നമ്മൾ മാറ്റിവെച്ച ശേഷം നോർമലായിട്ട് തന്നെ പ്ലാസ്റ്റിക് ബാഗിൽ കവർ ചെയ്ത് ഡിസ്പോസ് ചെയ്യാവുന്നത്. അതുപോലെ മറ്റൊരു സംശയമാണ്, ഇപ്പം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, കോവിഡ് ബാധിച്ച ഒരാൾക്ക് അത് ലങ്സിനെ അഫക്റ്റ് ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം കമഴ്ന്ന് കിടന്നുറങ്ങുക അത് ലങ്സിന് കൂടുതൽ പവർ നൽകുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ലങ്സിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ല കമഴ്ന്ന് കിടക്കുന്നത്. കമഴ്ന്ന് കിടക്കുന്നതിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്നൊരിക്കലും അല്ല. ആ കമഴ്ന്ന് കിടക്കുന്നതിനുള്ള പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലങ്സിനെ എഫക്റ്റ് ചെയ്തിരിക്കുന്ന, അതായത് ഓൾറെഡി നമ്മളെ ലങ്സിനെ കോവിഡ് ബാധിച്ചിരിക്കും, ആ ബാധിച്ചിരിക്കുന്ന ലങ്സിന്റെ എല്ലാ പാർട്സിനെയും നമ്മൾ ഇൻവോൾവ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ കമഴ്ന്ന് കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ ലങ്സിന് എന്തൊക്കെ പാർട്സ്, നമ്മൾ ലങ്സിന്റെ ഓൾമോസ്റ്റ് എവറി പാർട്സ് ഇൻവോൾവ് ഇൻ ഓക്സിജനേഷൻ, ഓക്സിജൻ എല്ലാം ലങ്സിന്റെ എല്ലാം പാർട്സിലേക്ക് എത്തി. ആക്ച്വലി അത് വെറും കമർന്ന് കിടക്കുന്നത് മാത്രമല്ല, അതിലൊരു പ്രോട്ടോകോൾ ഉണ്ട്, കാർപ്പ് പ്രോട്ടോകോൾ എന്ന് പറയും, കോവിഡ് അവേക്ക് റീപൊസിഷനിങ് പ്രോട്ടോകോൾ എന്നാണ് പറയുന്നത്. അതിന്റെ 30 മിനിറ്റ്സ് ടു 2 hours ആണ് ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദി പ്രോൺ പൊസിഷൻ, അതായത് കമഴ്ന്ന് കിടക്കുക. 30 മിനിറ്റ്സ് ടു 2 hours നമ്മൾ ആ ഒരു കമഴ്ന്ന് കിടക്കും, ഒരു പൊസിഷനിൽ കിടക്കും. സെക്കൻഡ് ഇസ് റൈറ്റ് ലാറ്ററൽ അതായത് റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് കിടക്കുക, അതും 30 to 2 hours, 30 മിനിറ്റ്സ് 2 hours. തേർഡ് സ്റ്റെപ്പ് ഇസ് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ, അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് കിടക്കുക, അതും 30 മിനിറ്റ്സ് ടു 2 hours. ആൻഡ് ലാസ്റ്റ് ഇസ് പ്രോപ്ഡ് അപ്പ് പൊസിഷൻ, അതായത് നമ്മുടെ 45 ഡിഗ്രി ആംഗിൾ, അതായത് 30 to 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ജസ്റ്റ് റേസ് ചെയ്ത് കിടക്കുക. ഈ ഒരു 4 സ്റ്റെപ്പ് സൈക്കിൾസിലാണ് നമ്മൾ കംപ്ലീറ്റ് റീപൊസിഷനിങ് ആയിട്ട് പറയുന്നത്. അപ്പം ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലങ്സിന്റെ ഓക്സിജനേഷൻ, അതായത് ലങ്സിന്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ആൽവിലായി എന്ന് പറയുന്നത്. ലങ്സിനെ എഫക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ആൽവിലായി കൊളാപ്സ് ആയി പോവുകയും ഈ ആൽവിലായിലേക്ക് ഓക്സിജൻ എത്താതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വരും. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ സൈക്കിളിൽ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ലങ്സ് കൊളാപ്സ് ആയിട്ടിരിക്കുന്ന ആൽവിലൈസ് എല്ലാം ഓപ്പൺ ആവുകയും എല്ലാ ലങ്സിന്റെ ഒരുവിധം എല്ലാം പാർട്ടും നമ്മൾ ഓക്സിജനേഷനിൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യും. ആ ഒരു ഓക്സിജനേഷൻ ലങ് ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സാച്ചുറേഷൻ, ബോഡിയിൽ ഉണ്ടാകുന്ന സാച്ചുറേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള പേഴ്സൺ ഈ ഒരു സൈക്കിൾ, ഈ ഒരു പൊസിഷനിങ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ ഈ യങ്സ്റ്റേഴ്സിന് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതിന്റെ കാരണം യങ്സ്റ്റേഴ്സ് ഒക്കെ ധാരാളം സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നതാണെന്ന് പറയാൻ സാധിക്കുമോ? അത് മാത്രമല്ല, കാരണം ഇതൊന്നും ഇല്ലാത്തവരിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് ഞാൻ ബേസിക് റീസൺ ഈസ് ദി വൈറസിലുണ്ടായ മ്യൂട്ടേഷൻ, വൈറസിലുണ്ടായ കാരണമൊന്നും, വൈറസിലുണ്ടായ ജനിതക മാറ്റമാണ് ബേസിക് റീസൺ. ബട്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവർ ക്രോണിക് ആയിട്ട് ഒരു 10 വർഷം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ലങ്സിന്റെ കപ്പാസിറ്റി ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ ഇങ്ങനെ ഒരു തീവ്രമായിട്ടുള്ള വൈറസ് നമ്മൾ ലങ്സിലേക്ക് പോകുമ്പോഴത്തേക്കും അത് വീണ്ടും നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കുറയ്ക്കുകയും അത് വീണ്ടും സിവിയർ സ്റ്റേജിലേക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യും. ഒരു നോർമൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്ന പേഴ്സണിനെക്കാട്ടും കൂടുതലായിട്ട് സിവിയാരിറ്റി കൂടാനുള്ള ചാൻസ് ആണ്. ഒരു സ്മോക്കിംഗ് പേഴ്സൺ, സ്മോക്ക് ചെയ്യുന്ന റെഗുലറായിട്ട് സ്മോക്ക് ചെയ്യുന്ന പേഴ്സണിന് കൂടുതൽ പെട്ടെന്ന് സിവിയറായിട്ട് കൂടാനുള്ള ചാൻസ് ആണ്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് വീട്ടിൽ കോവിഡ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒഴിവാക്കുന്നതായ ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ നോക്കിയാൽ പ്രായമായിട്ടുള്ളവർ, മാതാപിതാക്കൾ, ഇവരൊക്കെ അസുഖം വന്നാൽ ഉടനെ ഹോസ്പിറ്റലിൽ എങ്ങനെയെങ്കിലും കഴിയുമെങ്കിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അത് ആളുകളുടെ തീർച്ചയായിട്ടും പേടി കൊണ്ടായിരിക്കും. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്കിവരെ വീട്ടിൽ തന്നെ ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കുമോ? ഇപ്പോഴും രോഗം പ്രായമുള്ളവരിൽ ഇത് വീട്ടിൽ ശുശ്രൂഷിക്കാത്തതിൻ്റെ കാരണം, 60 വയസ്സിനുള്ളിൽ ശുശ്രൂഷിക്കാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഇവരിൽ ആണ് കൂടുതലും മോർട്ടാലിറ്റി ഇപ്പോഴും ഉണ്ടാകുന്നത്. യങ്സ്റ്റേഴ്സിനെ ഇപ്പോഴും ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും മോർട്ടാലിറ്റി, ഡെത്ത് റേറ്റ് ഇപ്പോഴും കൂടുതൽ ഈ 60 ഇയേഴ്സിന് അബവ് ആണ്. 60 ഇയേഴ്സിന് അബവ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൻ്റെ, നമ്മുടെ ബോഡിയുടെ ഓരോ ഫംഗ്ഷൻസും കുറയാൻ തുടങ്ങും, നമ്മുടെ ബോഡിയെ ഡിറ്റീരിയറേറ്റ് ചെയ്യാൻ തുടങ്ങും, അതിൻ്റെതായത് ഏജ് റിലേറ്റഡ് ചേഞ്ചസ് വരാൻ തുടങ്ങും, ലങ്സിലായാലും എല്ലാ പാർട്സിലായാലും വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇവരെ എപ്പോഴും കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഇവർ തന്നെയാണ്. ഇവരിലാണ് കൂടുതൽ 60 ഇയേഴ്സ് അബവിലാണ് കൂടുതലും ഡിസീസ് സിവിയർ സ്റ്റേജിലേക്ക് പോകാനുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥിതിക്ക് വീട്ടിൽ മാനേജ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ച്, ICMR ഗൈഡ് ലൈൻസ് അനുസരിച്ച് അബവ് 60 ഇയേഴ്സ് ഷുഡ് ബി അഡ്മിറ്റഡ് ഇൻ ദി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഈവൻ മൈൽഡ് കേസസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ടൈം വരെ. പക്ഷേ ഇപ്പോഴത്തെ കേസ് ലോഡ് അനുസരിച്ച് ഒത്തിരി സിവിയർ കേസസ് വരുന്നുണ്ട്. ഒരു മൈൽഡ് കേസസ് ആണെങ്കിൽ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നത്. അത് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ചാണ്. കാരണം ഒത്തിരി കേസുകൾ വരുന്നതുകൊണ്ട് മാത്രം മോഡറേറ്റ് ടു സിവിയർ കേസസ് നമ്മളായിരുന്നു. ബട്ട് ഇഫ് പോസിബിൾ വി അഡ്മിറ്റ് എവറി പേഷ്യൻസ് അബവ് 60 ഇയേഴ്സ്.
അതുപോലെ ഡോക്ടറെ, കോവിഡ് ബാധിച്ച് മരിച്ച ഒരാളുടെ ശരീരത്തിൽ നിന്ന് കോവിഡ് പകരുമോ? അവരെ അടക്കുവാനായിട്ടോ മറ്റ് ഫ്യൂണറൽ കാര്യങ്ങൾക്കായിട്ട് പോകുമ്പോൾ PPE കിറ്റ് ധരിക്കേണ്ടതായ ആവശ്യമുണ്ടോ? കോവിഡ് മരിച്ച ഒരാളിൽ നിന്നും പകരാൻ ചാൻസ്. ആക്ച്വലി കോവിഡ് നേരത്തെ എന്ന് പറയുന്നത് ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. അതായത് നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഉണ്ടാകുന്ന ചെറിയ കണികൾ, അത് ഏതെങ്കിലും ഒരു പാർട്ടിക്കൽ നമ്മുടെ ഏതെങ്കിലും ഒബ്ജക്ട്സിൽ പറ്റിക്കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആയിരുന്നു. ഇപ്പോൾ അതൊന്നും കൂടെ മാറി അത് എയർബോൺ ഇൻഫെക്ഷൻ ആയിട്ട് മാറി. അതായത് അതിനെക്കാട്ടും ചെറിയ കണികൾ ഈ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് സ്പ്രെഡ് ചെയ്ത് നമ്മളെ ഇൻഫെക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നു. അതും ഒരു കാരണമാണ് ഇപ്പം ഇത്രയും കൂടുതൽ കേസ് വരാനുള്ളതെന്ന് പറയുന്നത്. നേരത്തെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ മാത്രമായിരുന്നു. അതായത് ഞാൻ തുമ്മിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ഉണ്ടാകുന്ന ഒരു ചെറിയ പാർട്ടിക്കൽസ് ചിലപ്പോൾ മാക്സിമം ഒരു മീറ്ററിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ 2 മീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇയർബോൺ ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കുള്ള കാരണം എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്കൽസ്, ഇതിനെക്കാട്ടും ചെറിയ പാർട്ടിക്കൽസ് നമ്മുടെ എയറിൽ ഇങ്ങനെ പടർന്നു കിടക്കും. നമ്മൾ ഉണ്ടാകുന്ന ഈവൻ ഇഫ് നമ്മൾ 2 മീറ്ററോ 3 മീറ്ററോ കൂടുതൽ ചിലപ്പോൾ അതിനെ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള എക്സ്പോഷറിനുള്ള ചാൻസ് കൂടിയാണ്. എയർബോൺ ഇൻഫെക്ഷൻസ് ആകുമ്പോഴത്തേക്ക് എക്സ്പോഷറിനുള്ള ചാൻസ് കൂടാണ്. ഇപ്പോൾ ഒരു ഡെഡ് ബോഡി വരുമ്പോഴത്തേക്ക് അതിൽ നിന്നും സെക്രീഷൻസ് ഉണ്ടാവുന്നു. നമ്മളുണ്ടാകുന്ന ചെറിയ ദ്രാവക പദാർത്ഥങ്ങൾ അതിൽ നിന്നുമുണ്ട്. ആ പദാർത്ഥങ്ങൾ നമ്മുടെ കൈ പറ്റിയാൽ നമ്മളത് മുഖത്ത് പറ്റുകയും നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ശരീരത്ത് പറ്റി കഴിഞ്ഞാൽ അത് നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്രയും ഗൈഡ് ലൈൻസ് വെച്ചേക്കുന്നത്. ഒരു ബോഡിയെ ക്രിമേറ്റ് ചെയ്യുന്നെങ്കിലും ഒരു ബോഡിയുടെ ക്രിമേഷൻ എന്തെങ്കിലുമൊക്കെ അതിൻ്റെതായ രീതിയിൽ ചെയ്യണമെന്നുണ്ട്, ബറിയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള റെസ്ട്രിക്ഷൻസ് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് എപ്പോഴും അത് അതിൻ്റെതായിട്ട് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ PPE കിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംസ്കരിക്കാതെ കത്തിച്ചു കളയുന്നതെന്ന് പറയാമോ? സംസ്കരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ബോഡി നമ്മൾ കത്തിച്ച് കളയുമ്പോൾ ബോഡിയെ കംപ്ലീറ്റ്ലി നശിച്ചു കളയുവാണ്. അതിനുണ്ടായ വൈറസ് പാർട്ടിക്കൽസ് എല്ലാം നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത് കളയും. നമ്മൾ ഒരു എക്സിസ്റ്റൻസിനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് കൂടുതലും കത്തിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നത്. നമ്മളൊരു ബറിയൽ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം അത് മേളി കിടക്കുന്നു ശരീരം. നമ്മൾ ബറിയലിനുള്ള ഗൈഡ് ലൈൻസ് ആക്ച്വലി തന്നിട്ടുണ്ട്. ഏതാണ്ട് 6 ഫീറ്റോ 6 മീറ്റേഴ്സോ എങ്ങാണ്ട് ഡീപ്പായിട്ട് ബറിയൽ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്തോ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട് ബറിയലിന് വേണ്ടി. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ബറിയലും അലൗഡ് ആണ്. പക്ഷേ പല സാഹചര്യങ്ങളിലും നമ്മൾ അത്രയും ഒരു സാഹചര്യം ഒത്തു വരാത്തതുകൊണ്ടാണ് നമ്മളിപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി പോലും നമ്മൾ ക്രിമേഷൻ ചെയ്ത് പിന്നെ ഒരു ബറിയലിലേക്ക് പോകുന്നത്. ഡോക്ടറെ, ഇപ്പൊ ഇവിടെ കണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഈ റെംഡെസിവിർ എന്ന് പറയുന്ന മരുന്നിന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ വരെ കൊടുത്ത് മരുന്ന് വാങ്ങിച്ച ആളുകളെ നമുക്കറിയാം. അപ്പം അത്രയ്ക്ക് പൈസ കൊടുത്ത് ഈ മരുന്ന് വാങ്ങിക്കാൻ തക്കവണ്ണം ഈ മരുന്ന് അത്രയും എഫക്റ്റീവായിട്ട് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? മരുന്ന് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് രോഗത്തിനെ ക്യൂർ ചെയ്യുന്നു ഒരിക്കലും ഒരു പഠനവും പറഞ്ഞിട്ടില്ല. ഈ ഒരു മരുന്ന് എന്ന് പറയുന്നത് അതായത് ഒരു സിവിയർ സ്റ്റേജിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് ഈ മരുന്നിനെ യൂസ് ചെയ്യാമെന്നുള്ള ചില പഠനങ്ങൾ പറഞ്ഞിരിക്കും. ചില പഠനങ്ങൾ അത് തെറ്റാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ ഇത്രയും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നത് ഒറ്റവാക്കി പറയാൻ പറ്റുമോ? എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഈ രോഗം ആദ്യം ഉണ്ടായപ്പോൾ വന്ന കാര്യങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. ഈ രോഗം ആദ്യം ഉണ്ടായപ്പോൾ ആദ്യം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് മാസ്ക് ധരിക്കുക, കൈ നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ബേസിക് നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ്. മാസ്ക് നല്ലതായിട്ട് ധരിക്കുക, നമ്മൾ കൈ നല്ലതായിട്ട് എവിടെയെങ്കിലും നമ്മൾ പുറത്ത് പോകുന്നു, എവിടെയെങ്കിലും നമ്മൾ കോൺടാക്റ്റിൽ വരുന്നു ആരെങ്കിലുമായിട്ട് നമ്മൾ കൈ നല്ലതായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കുക. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് ചെയ്യുന്നത്. പിന്നെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മൾ നല്ലപോലെ ആഹാരം കഴിക്കുക, നമ്മൾ അതിലൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത്. നേരത്തെ പറയുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് ഈ രോഗത്തിന് വളരെ ആപ്റ്റായിട്ടുള്ള സെൻറ്റൻസാണ്. ട്രൈ ടു പ്രിവെന്റ് ദി ഡിസീസ് ദെൻ is better than to be infected and then to curse ourselves being infected. രോഗം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രോഗം വന്നു ഞങ്ങൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇല്ല, മരുന്നില്ല എന്ന് വെച്ച് പേടിപ്പെടുന്നതിനെക്കാട്ടും നല്ലതാണ് നമ്മൾ രോഗം വരാതിരിക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ പലരായിട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ റെംഡെസിവിർ എന്ന ഇഞ്ചക്ഷൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിനു വേണ്ടി നെട്ടോട്ട് ഓടുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് ഇപ്പം ഇഞ്ചക്ഷൻസ് പോലും അവൈലബിൾ ആയില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പം ഇഞ്ചക്ഷൻസ് വരെ കിട്ടുന്നത്. നമ്മൾ മാക്സിമം പ്രിക്കോഷൻസ് എടുക്കുക. വീട്ടിൽ നിന്ന് പുറത്തോട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങുക. എന്തെങ്കിലും നമ്മൾ അത്യാവശ്യ സാധനങ്ങൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. കൂടുതൽ ആൾ കൂടുന്നിടത്ത് പോകാതിരിക്കുക.
അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഇനി ഇപ്പം മാറ്റിയേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഒത്തിരി സാധാരണക്കാരന്റെ സംശയങ്ങൾ ഡോക്ടർക്ക് തീർക്കുവാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഡോക്ടറിന്റെ വിലയേറിയ സമയം ഈ ഇടവകയുടെ ഉന്നമനത്തിനും ഇവിടുത്തെ ആളുകളുടെ സമാധാനത്തിനും വേണ്ടി ചെലവഴിച്ചതിനായിട്ട് പ്രത്യേകിച്ച് ഇടവകയുടെ പേരിൽ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഡോക്ടറിന്റെ ശുശ്രൂഷ എപ്പോഴും ഈ ഇടവകയോടും ഈ പ്രദേശത്തോടും ചേർന്നുണ്ടാകും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് സച്ച് ആൻ ഓപ്പർച്യൂണിറ്റി. അച്ഛനും ഇടവകയിലുള്ള എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിനും എൻ്റെ ഒരു നോളജ് എനിക്കറിയാവുന്നിടത്തോളം എല്ലാവരോടും പങ്കുവച്ചതിനും എല്ലാം താങ്ക് യു സോ മച്ച്. ഡോക്ടർ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. കോവിഡ് നമ്മെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് കോവിഡിനെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കണം. എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.